മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ വെൽക്കം ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഐസ്ക്രീം ചേർക്കാത്ത ഐസ്ക്രീം ഡ്രിങ്ക്. ഈ ഒരു ഡ്രിങ്കിന് വേണ്ടത് കസ്റ്റാർഡ് പൗഡർ ആണ്, പിന്നെ ആപ്പിൾ വേണം, പഞ്ചസാര വേണം, കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ്, 1/2 ലിറ്റർ പാല്. ഞാൻ ഈ പറയുന്ന ഒരു അളവിൽ നിങ്ങൾക്ക് ഒരു 5 ഗ്ലാസ് വരെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് പാലിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കോഴിക്കോട് ഏരിയയിലൊക്കെ സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നന്നായിട്ട് പാലൊന്ന് തിളച്ച് വരട്ടെ. പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം, ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കൈ വിടാതെ ഇളക്കി കൊടുക്കണം, കാരണം അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം തിളച്ച പാലിലേക്കാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ഓഫാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിലാകുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടൊരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ഇത് കട്ടിയാവും കേട്ടോ. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമുള്ളൊരു ഫോമാണിത്. നന്നായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ രാത്രി ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് വരുന്ന ഗസ്റ്റിനെ സൽക്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു മിക്സ് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് പാലോ വെള്ളമോ ഇതിലേക്ക് ഒഴിക്കാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് കുറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. കല്യാണ വീടുകളിലൊക്കെ പിസ്ത ഫ്ലേവറിലൊക്കെ ആയിരിക്കും നിങ്ങളത് കഴിച്ചിട്ടുണ്ടായിരിക്കുക. ഞാനിവിടെ ഒരു കളറും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ആപ്പിളാണ് ചേർക്കുന്നത്, ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് പതയൊക്കെ ഉള്ളതുപോലെ ഉണ്ടാവും. അപ്പോൾ ഈ പതയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളി വെൽക്കം ഡ്രിങ്ക് അല്ലെങ്കിൽ കസ്റ്റാർഡ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണേ. അപ്പോഴാണ് ഞങ്ങളുടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്